അപ്പൊ നമുക്ക് ഇന്നത്തെ ചാപ്റ്റർ ഒന്നും കൂടെ തറവായി നിൽക്കാൻ വേണ്ടി കുറച്ച് ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ചെയ്യാം അല്ലെ. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചു നോക്കിക്കേടാ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ കീ ഫീച്ചർ ഓഫ് ആൻ ഓർഗനൈസേഷൻ. ഒരു ഓർഗനൈസേഷന്റെ ഫീച്ചർ അല്ലാത്തത് ഏത് താഴെ പറയുന്നവയിൽ? കൺട്രോൾഡ് പെർഫോമൻസ് ഒരു ഫീച്ചർ ആണോ? നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ. കളക്റ്റീവ് ഗോൾ ഉണ്ടായിരിക്കണോ? പഠിച്ചിട്ടില്ലേ? യെസ്, അതൊക്കെ ഉണ്ട്. സോഷ്യൽ അറേഞ്ച്മെന്റ്സ് വേണ്ടേ? പഠിച്ചിട്ടുണ്ട്. 3 പഠിച്ചതാ. അപ്പൊ ഏതാ ആൻസർ വരിക? ഡി ആണ് ആൻസർ അല്ലെ. ഡി നിങ്ങൾ ക്ലിക്ക് ചെയ്യും. ഡി എന്താ മക്കളെ പറയുന്നത്? ഏതെങ്കിലും ഒരു ഓർഗനൈസേഷൻ ആവണമെങ്കിൽ അതിന്റെ ഫീച്ചറിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടോ ആ ഒരു ഓർഗനൈസേഷൻ പ്രൊഡക്റ്റോ സർവീസോ ക്രിയേറ്റ് ചെയ്യണമെന്ന്, സ്വന്തമായിട്ട് ക്രിയേറ്റ് ചെയ്യണമെന്ന് ഒരു പോയിന്റ് പഠിച്ചിട്ടുണ്ടോ? ഇല്ലല്ലോ. ഇപ്പൊ പല ഫേംസും ഇല്ലേ പ്രൊഡക്റ്റ് മാനുഫാക്ചറുടെ അടുത്തുനിന്ന് വാങ്ങിങ്ങാനും സെല് ചെയ്യുന്ന റീറ്റെയിലേഴ്സ് ഇല്ലേ, അതൊരു ഓർഗനൈസേഷൻ അല്ലേ, അതൊരു സെക്ടർ അല്ലേ. അപ്പോ അവിടെ അവര് പ്രൊഡക്റ്റ് ഉണ്ടാക്കുകയാണ് ചെയ്യുന്നതിനോ. അപ്പൊ ക്രിയേഷൻ ഓഫ് എ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് എന്തല്ല, ഒരു ഓർഗനൈസേഷൻ ആവണമെങ്കിലുള്ള ഫീച്ചർ അല്ല. സെറ്റ് അല്ലേടാ? അല്ലേ. രണ്ടാമത്തെ നോക്കിക്കേ മക്കളെ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഓർഗനൈസേഷൻ ഈസ് നോർമലി ഫൗണ്ട് ഇൻ ദ പബ്ലിക് സെക്ടർ? താഴെ പറയുന്നവയിൽ പബ്ലിക് സെക്ടറിൽ വരുന്ന ഓർഗനൈസേഷനിൽ ഏതാണ്? ചാരിറ്റീസ് മക്കളെ മിക്കപ്പോഴും എന്താ പ്രൈവറ്റ് സെക്ടറാ, ഗവൺമെന്റിൽ വരലില്ല. ബിസിനസ് എന്താ പ്രൈവറ്റ് സെക്ടറിലാ വരല്. പബ്ലിക് സെക്ടറിൽ പിന്നെയും വരല ഏതാ? സ്കൂൾസ്. നമ്മുടെ നാട്ടിലൊക്കെ ഉള്ള ഗവൺമെന്റ് സ്കൂൾസ് ഒക്കെ എന്താ വരിക? പബ്ലിക് സെക്ടറിന്റെ അണ്ടറിൽ വരുന്നതാണ്. അടുത്ത മക്കളെ നോക്കിക്കേ. ദ പബ്ലിക് സെക്ടർ ഈസ് നോർമലി കൺസേൺഡ് വിത്ത്. എന്തുമായിട്ടാണ് കൺസേൺ പബ്ലിക് സെക്ടർ ഓർഗനൈസേഷൻ? പബ്ലിക് സെക്ടർ ഓർഗനൈസേഷൻ എന്താ മക്കളെ പ്രൊവൈഡ് ചെയ്യുന്നത്? പ്രോഫിറ്റ് ഉണ്ടാക്കുന്നുണ്ടോ? ഗുഡ്സ് സെയിൽ ചെയ്ത്? നോ, തെറ്റാ. പ്രൊവൈഡിങ് സർവീസ് ടു സ്പെസിഫിക് ഗ്രൂപ്പ് ഫണ്ടഡ് ഫ്രം ചാരിറ്റബിൾ ഡൊണേഷൻസ് എന്ന് ഫണ്ട് ചെയ്ത് ഞാൻ കൊടുക്കുന്നുണ്ടോ? നോ. ഇവര് ടാക്സ് വഴിയല്ലേ പബ്ലിക് സെക്ടർ ഫണ്ട് റേസ് ചെയ്യുന്നത്. ദ പ്രൊവിഷൻ ഓഫ് ബേസിക് ഗവൺമെന്റ് സർവീസ്. റൈറ്റ് ആണോ? ബേസിക് ആയിട്ടുള്ള ഗവൺമെന്റ് സർവീസ് പ്രൊവൈഡ് ചെയ്യലല്ലേ പബ്ലിക് സെക്ടർ ഓർഗനൈസേഷന്റെ ഡ്യൂട്ടി. ഹെൽത്ത് കെയർ, എഡ്യൂക്കേഷൻ പോലുള്ള കാര്യങ്ങൾ അല്ലേ. സബ്സ്ക്രിപ്ഷൻ വഴിയാണ് ഇത് ഫണ്ട് റേസ് ചെയ്യുന്നത്. നോ. അപ്പൊ ഈ ഓപ്ഷനും അല്ല. ഏതാ ഓപ്ഷൻ മക്കളെ? ദ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ സി. സെറ്റ് അല്ലേ? ഇങ്ങനെയാണ് എക്സാമിന് ഉണ്ടാവുക കേട്ടോ. അടുത്ത മക്കളെ നോക്കിക്കേ. നാലാമത്തേത് എന്താ? എ കമ്പനി ഈസ് എ കമ്പനി വിച്ച് സ്പെഷ്യലൈസസ് ഇൻ ഫോറസ്ട്രി. ഫോറസ്ട്രിയിലുള്ള ഒരു കോമ്പൈൻ ചെയ്ത ഒരു കമ്പനിയാണ്. ഇറ്റ് ഹാസ് റീസെന്റ് പർച്ചേസ് ചെയ്തു ബി കമ്പനീനെ. ബി എന്ന് പറഞ്ഞ കമ്പനീനെ എ കമ്പനി എന്ത് ചെയ്തു? വാങ്ങി. പൈസ കൊടുത്ത് എന്ത് ചെയ്തു? വാങ്ങി. ബി എന്താ ചെയ്യുന്നത്? ചെയിൻ റീക്രിയേഷണൽ റിസോർട്ടുകൾ എന്ത് ചെയ്യുക? റീക്രിയേറ്റ് ചെയ്യുന്ന ജോബാണ് ഏത് കമ്പനിക്ക്? ബി കമ്പനിക്ക്. എ ഹാസ് അലൗഡ് ബി ടു ബിൽഡ് സെവറൽ ന്യൂ റിസോർട്ട് ഓൺ ലാൻഡ് വിച്ച് ഈസ് ഓൺഡ് ബൈ എ. അതായത് എ ഏത് ഇൻഡസ്ട്രിയിലാണ് വർക്ക് ചെയ്യുന്നത്? ഫോറസ്ട്രി ഇൻഡസ്ട്രിയിലാണ്. അപ്പൊ ഈ ഫോറസ്ട്രി ഇൻഡസ്ട്രിയിൽ കുറെ ലാൻഡും കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ലേ? ഈ ലാൻഡിലൊക്കെ എന്തുണ്ടാക്കിക്കോളാൻ പറഞ്ഞു ബിനോട്? റിസോർട്ടൊക്കെ ഉണ്ടാക്കിക്കോളാൻ പറഞ്ഞു അല്ലെ. അത് നോ ലോങ്ങർ ഏബിൾ ടു യൂസ്. അതെന്ത് ചെയ്യുന്നില്ല? യൂസ് ചെയ്യാൻ പോകുന്നില്ല. ദ റിസോർട്ട് ഹാവ് പ്രൂവൺ ഹൈലി പ്രോഫിറ്റബിൾ ആൻഡ് പോപ്പുലർ. എടാ ഇവരെന്ത് ചെയ്തു? ആ ഫോറസ്ട്രിയിൽ റിസോർട്ടും കൂടെ വന്നപ്പോൾ ഭയങ്കര പോപ്പുലർ ആയി നമ്മുടെ ബിസിനസ്, പ്രോഫിറ്റബിളും ആയി. Which of the following best explain the reason improved performance of the combined entity? ഈ രണ്ട് കമ്പൈൻഡ് എൻറ്റിറ്റി വന്നപ്പോ ഇവിടെ പെർഫോമൻസ് ഇംപ്രൂവ് ചെയ്യാൻ കാരണാക്കിയത് എന്താ മക്കളെ? എന്താ കാരണാക്കിയത്? സ്പെഷ്യലൈസേഷൻ ആണോ? സോഷ്യൽ ഇന്ററാക്ടിവിറ്റി ആണോ? നോ, സിനർജി അല്ലേടാ. രണ്ടാൾക്കാരും കൂടി, അതായത് ഫോറസ്ട്രി ഇൻഡസ്ട്രിയിൽ മാത്രം എ കമ്പനി ഇതായപ്പോ ഇത്ര പ്രോഫിറ്റബിളും പോപ്പുലറും അല്ലായിരുന്നു. ബി കമ്പനിയും കൂടി അക്വയർ ചെയ്ത സമയത്ത് ഇവര് രണ്ടും കൂടി മെർജ് ആയപ്പോ എന്തായി? സിനർജി കൂടിയോ? സിനർജി കൂടിയത് കൊണ്ടല്ലേ ഇവിടെ എന്ത് വന്നത്? ഇത്രയും പ്രോഫിറ്റബിലിറ്റി വന്നത്. യെസ്. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ നോക്കിക്കേ മക്കളെ. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ എന്താ പറയുന്നത്? വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് റിഗാർഡിംഗ് ടു ലിമിറ്റഡ് കമ്പനീസിനെ കുറിച്ച് കറക്റ്റ് ആയത് സ്റ്റേറ്റ്മെന്റ് ഏതാണെന്ന്? ലിമിറ്റഡ് കമ്പനീസിനെ കുറിച്ച്. ലിമിറ്റഡ് കമ്പനീസ് ആണ്. ഈ സ്റ്റേറ്റ്മെന്റ് ശരിയാണോ നോക്കിക്കേ മക്കളെ. ബി. പബ്ലിക് കമ്പനിക്കും പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനീസിനും സെല്ല് ചെയ്യാന്ന് ഷെയർ പറ്റുമോ? ഇല്ല. പ്രൈവറ്റ് കമ്പനിക്ക് പറ്റില്ലല്ലോ. ഇല്ല. പിന്നെ കമ്പനീസ് ആർ ഓൾവേസ് ഓൺഡ് ബൈ മെനി ഡിഫറെന്റ് ഇൻവെസ്റ്റേഴ്സ് ഉണ്ടാവില്ലുണ്ടോ? നോ. ഷെയർ ഹോൾഡേഴ്സ് ആർ ലയബിൾ ഫോർ എനി ഡെപ്റ്റ്. ഷെയർ ഹോൾഡേഴ്സ് ഡെപ്റ്റിന് ലയബിൾ ആണോ? നോ. ആര് വിട്ടിക്കോളും? കമ്പനി വിട്ടിക്കോളും. ഏതാണ് ഓപ്ഷൻ? ആൻസർ എ ആണ് അല്ലെ. പബ്ലിക് ലിമിറ്റഡ് കമ്പനീസ് ഹാവ് ആക്സസ് ടു വൈഡർ പൂൾ ഓഫ് ഫിനാൻസ് ആൻഡ് പാർട്ണർഷിപ്പ് ഓർ സോൾ ട്രേഡറിനെക്കാട്ടിലും വലിയ തരത്തിലുള്ള ഫണ്ട് ആരുടെ കയ്യിലുണ്ടാവും? കമ്പനീസിന്റെ കയ്യിലുണ്ടാവും. വൈഡർ പൂൾ ഓഫ് റിസോഴ്സ്. അടുത്ത മക്കളെ നോക്കിക്കേ.
എന്താ ക്വസ്റ്റ്യൻ? വിച്ച് ഓഫ് ദീസ് ഓർഗനൈസേഷൻ, മുകളിൽ കുറെ ഓർഗനൈസേഷൻസ് പറയുന്നുണ്ട്. ഇതിൽ വുഡ് നോർമലി ക്ലാസിഫൈഡ് ആസ് ബോത്ത് എ നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ ആൻഡ് പ്രൈവറ്റ് സെക്ടർ. അതായത് അതായത് നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷന്റെ അണ്ടറിലും പ്രൈവറ്റ് സെക്ടർ ഓർഗനൈസേഷന്റെ അണ്ടറിലും വരുന്ന ഓർഗനൈസേഷൻ ഏതാണെന്ന് മക്കളെ? നോട്ട് ഫോർ പ്രോഫിറ്റിന്റെ അണ്ടറിലും പ്രൈവറ്റിലും ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റ്സ് വരുമോ? ഇല്ല. നോട്ട് ഫോർ പ്രോഫിറ്റിന്റെ അണ്ടറിലേ വരൂ, പ്രൈവറ്റ് ആവൂല, ഗവൺമെന്റ് ആയിരിക്കും അല്ലെ. പാർട്ട്ണർഷിപ്സോ? പ്രോഫിറ്റാ, നോട്ട് ഫോർ പ്രോഫിറ്റ് അല്ലല്ലോ. ചാരിറ്റീസ് നോക്കിക്കേ മക്കളെ, നോട്ട് ഫോർ പ്രോഫിറ്റ് ആണ്, പ്രൈവറ്റ് സെക്ടറിൽ ഉണ്ടാവും കേട്ടോ. കമ്പനീസ് ഉണ്ടാവുമോ? കമ്പനീസ് ഉണ്ടാവുമോ? അവരുടെ അൾട്ടിമേറ്റ് എയിം എന്താ? അൾട്ടിമേറ്റ് എന്താ? നോട്ട് ഫോർ പ്രോഫിറ്റാ അല്ലെ. അപ്പൊ ഏതാ ഓപ്ഷൻ മക്കളെ? ചാരിറ്റി മാത്രമേ ഉള്ളൂ. ഏത്? 3 ഓൺലി. സെറ്റ് അല്ലേ? ഓക്കെ അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ വായിച്ചു നോക്കിക്കേടാ. ഏഴാമത്തെ ക്വസ്റ്റ്യൻ എന്താ പറയുന്നത്? ആൻ ഓർഗനൈസേഷൻ ദാറ്റ് ഈസ് ഓൺഡ് ആൻഡ് ഡെമോക്രാറ്റിക്കലി കൺട്രോൾഡ് ബൈ ഇറ്റ് മെമ്പേഴ്സ്, വിച്ച് ടൈപ്പ് ഓഫ് ഓർഗനൈസേഷൻ ഡെഫിനിഷൻ റിലേറ്റ്? ഈ ഒരു ഓർഗനൈസേഷനുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന ഡെഫിനിഷനുള്ള ഓർഗനൈസേഷൻ ഏതാന്ന് മക്കളെ? ഏതായിരിക്കും? നമ്മൾ ഏതാ പഠിച്ചത്? ഡെമോക്രാറ്റിക്കലി കൺട്രോൾ ചെയ്യുന്ന ഓർഗനൈസേഷൻ ഏതാ? കോപ്പറേറ്റീവ്സ് അല്ലേ? യെസ്, അതിന്റെ മെമ്പേഴ്സ് ആയിരിക്കും ഡെമോക്രാറ്റിക്കലി കൺട്രോൾ ഉണ്ട്. എല്ലാവർക്കും ഡിസിഷൻ മേക്കിംഗിൽ ഒരേ പവർ ഉണ്ടായിരിക്കും. അടുത്ത നോക്കിക്കേ മക്കളെ, വെസ്റ്ററോസ് ഈസ് ആൻ ഓർഗനൈസേഷൻ വിച്ച് ഇമ്പോർട്ട് ചെയ്യും കമ്പ്യൂട്ടർ എങ്ങോട്ട്? ഇൻ ടു കൺട്രി ആൻഡ് സെൽ ദം ടു ദ പബ്ലിക് ഇൻ ഓർഡർ ടു മേക്ക് എ പ്രോഫിറ്റ്. എന്ത് ചെയ്യും? ഇമ്പോർട്ട് ചെയ്തിട്ട്, കൺട്രി ഇമ്പോർട്ട് ചെയ്തിട്ട് എന്ത് ചെയ്യും? സെല് ചെയ്യും പബ്ലിക്കിലേക്ക്. എന്തിന്? പ്രോഫിറ്റ് മേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇറ്റ് ഈസ് ഓൺഡ് ബൈ 15 ഇൻഡിവിജ്വൽ ഇൻവെസ്റ്റേഴ്സ് ഉണ്ട്. എന്തുണ്ട്? 15 ഇൻഡിവിജ്വൽ ഇൻവെസ്റ്റേഴ്സ് ഉണ്ട്. ഈച്ച് ഓഫ് ഹൂം ഓൺസ് ആൻ ഈക്വൽ നമ്പർ ഓഫ് ഷെയർസ് ഇൻ വെസ്റ്റേഴ്സ്. അതായത് എല്ലാവർക്കും എന്താണ് ഷെയർസ് വാങ്ങിയത്? അതായത് എല്ലാവർക്കും ഈക്വൽ നമ്പർ ഓഫ് ഷെയർസ് ആണ് ഇവിടെ ഉള്ളത്, കമ്പനിയിൽ ഉള്ളത്. വെസ്റ്റേറോസ് എന്തല്ല? നോട്ട് എ പബ്ലിക് ലിമിറ്റഡ് കമ്പനി. എന്തല്ല മക്കളെ? ഒരു പബ്ലിക് ലിമിറ്റഡ് കമ്പനി അല്ല വെസ്റ്റേറോസ്. പബ്ലിക് ലിമിറ്റഡ് കമ്പനി അല്ല. വിച്ച് ഓഫ് ദ ഫോളോയിങ് ലൈക്ലി ടു ബി ദ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് സോഴ്സ് ഓഫ് ഫൈനാൻസ്? വെസ്റ്റേഴ്സിന് എങ്ങനെയാണ് ഫണ്ട്, ഫിനാൻസ് എങ്ങനെയാണ് കിട്ടുകയെന്ന് മക്കളെ? ഗവൺമെന്റ് കൊടുക്കുമോ ഫണ്ട്? പ്രൈവറ്റ് കമ്പനി അല്ലേ, പബ്ലിക് ആയാലല്ലേ ഗവൺമെന്റ് കൊടുക്കുക. അപ്പൊ ഈ ഓപ്ഷൻ ആണോ? ഓപ്ഷൻ എ അല്ല. ഇനി സി വായിച്ചു നോക്കിക്കേ. ഇവർക്ക് പബ്ലിക്കിലേക്ക് ഷെയർ ഇഷ്യൂ ചെയ്യാൻ പറ്റുമോ? പറ്റില്ല. കാരണം എന്താ? പ്രൈവറ്റ് കമ്പനി അല്ലേ, പബ്ലിക് അല്ലല്ലോ. പിന്നെ ഡൊണേഷൻസ് കിട്ടുക പബ്ലിക്കിന്റെ അടുത്തുനിന്ന്? നോ. ഇവരെന്താ ചെയ്യുന്നത്? പ്രോഫിറ്റ് മേക്കിംഗ് അല്ലേ, അപ്പൊ ഡൊണേഷൻ കിട്ടുമോ? ഇല്ല. അപ്പൊ ഇവർക്ക് ഫണ്ട് റേസ് ചെയ്യാനുള്ള ഏക മാർഗം എന്ന് പറയുന്നത് ഏതാ മക്കളെ? എക്സിസ്റ്റിംഗ് ഓണേഴ്സിന്റെ കയ്യിൽ നിന്നല്ലേ ഫണ്ട് എടുക്കാൻ പറ്റുള്ളൂ. കാരണം ഇവര് നോട്ട് ഫോർ പ്രോഫിറ്റ് അല്ല, അപ്പൊ ഡൊണേഷൻ കിട്ടൂല. പിന്നെ പബ്ലിക്കലി രജിസ്റ്റേർഡ് കമ്പനി അല്ല, അതുകൊണ്ട് ഷെയർസ് വഴി എന്ത് ചെയ്യാനും പറ്റില്ല? ഫണ്ട് റേസ് ചെയ്യാനും പറ്റില്ല. അപ്പൊ ഇവർക്ക് ഏകുള്ള ഓപ്ഷൻ എന്താ? എക്സിസ്റ്റിംഗ് ഓണേഴ്സിന്റെ കയ്യിൽ നിന്ന് എന്ത് ചെയ്യാ? ഫണ്ട് റേസ് ചെയ്യാ. അടുത്ത മക്കളെ, ഈ സ്റ്റേറ്റ്മെന്റുകൾ ട്രൂ ആണോ ഫാൾസ് ആണോ എന്ന് പറയലാണ്. നോക്കാം. നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻസ് ഹാവ് വാരിഡ് ഒബ്ജക്റ്റീവ്സ് which depend on the needs of their members or the sections of society they were created a benefit. ട്രൂ ആണ്. കാരണം എന്താ മക്കളെ? നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ എപ്പോഴും ഫോളോ ചെയ്യുന്നതായിരിക്കും. ഇപ്പൊ നമ്മൾ പറഞ്ഞ പോലെ ഓൾഡ് ഏജ് ഹോം ഒക്കെ നടത്തുന്ന നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ ആണ്. അവരെന്താ ചെയ്യുക? അവരുടെ ആ ഒരു ഓൾഡ് ഏജ് ആൾക്കാരുടെ മെമ്പേഴ്സിന്റെ എന്തനുസരിച്ചായിരിക്കും? നീഡ്സ് അനുസരിച്ചായിരിക്കില്ലേ? ഒബ്ജക്ടിവിറ്റി മാറിയില്ലേ? വാരി ചെയ്യില്ലേ? ഇപ്പൊ ഫുഡ് കൊടുക്കുന്ന, ഡെലിവറി ചെയ്യുന്ന കുറെ നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ ഉണ്ട്. അവരുടെ ഒബ്ജക്ടിവിറ്റി എന്താ മക്കളെ? സ്റ്റാർവിംഗ് ഉള്ള സ്ഥലത്തേക്ക് ഫുഡ് എത്തിക്കുക എന്നുള്ളതാണ് അല്ലെ. അപ്പൊ അതുവഴി ഇവർ എന്ത് ചെയ്യുന്നുണ്ട്? ഒബ്ജക്റ്റീവ് വാരി ചെയ്യുന്നില്ല നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷന്റെ. യെസ്. അടുത്ത നോക്കിക്കേ. ദ പ്രൈമറി ഒബ്ജക്റ്റീവ് ഓഫ് ഗവൺമെന്റ് ഫണ്ടഡ് ഓർഗനൈസേഷൻ ഈസ് ടു റെഡ്യൂസ് കോസ്റ്റ് ഓഫ് ദെയർ ഓപ്പറേഷൻ ആൻഡ് ദസ് മിനിമൈസ് ദ ബർഡൻ ഓഫ് ടാക്സ് പേയേഴ്സ്. ആണോടാ? ഗവൺമെന്റ് അങ്ങനെയാണ് ചെയ്യുന്നത്. ഓൾറെഡി കോസ്റ്റ് റെഡ്യൂസ് ചെയ്യാണ് ചെയ്യുന്നത് ഓർഗനൈസേഷന്റെ. എന്തിനു വേണ്ടിയിട്ട്? ഓപ്പറേഷൻസിന്റെ കോസ്റ്റ് കുറയ്ക്കുന്നുണ്ടോ ഗവൺമെന്റൽ ഓർഗനൈസേഷന്? എന്നിട്ട് ടാക്സ് പേയേഴ്സിന്റെ ബേർഡൻ കുറയ്ക്കാന്ന് പറഞ്ഞ ഒരു അൾട്ടിമേറ്റ് എയിം നമ്മൾ എവിടെ പഠിച്ചിട്ടുണ്ടോ? നോൺ ഗവൺമെന്റ് ഓർഗനൈസേഷനെ പഠിച്ചിട്ടില്ല. അപ്പൊ ഈ സ്റ്റേറ്റ്മെന്റ് എന്താ മക്കളെ? ഫാൾസ് ആണ് അല്ലെ. നമ്മൾ പഠിച്ചിട്ടില്ലല്ലോ. ടാക്സ് പേയേഴ്സിന്റെ മിനിമം എന്ത് ചെയ്യുക? ബേർഡൻ കുറയ്ക്കാനാണ് ഗവൺമെന്റ് ഫണ്ടഡ് ഓർഗനൈസേഷൻസ് വർക്ക് ചെയ്യുന്നത് പഠിച്ചിട്ടുണ്ടോ? നോ. അടുത്ത മക്കളെ നോക്കിയാലോ. 10ാമത്തെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഈ ചാപ്റ്ററിലുള്ള. കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്. ചാരിറ്റീസ് വുഡ് യൂഷ്വലി ബി ക്ലാസിഫൈഡ് ആസ് എ ടൈപ്പ് ഓഫ് നോൺ ഗവൺമെന്റൽ ഓർഗനൈസേഷന് കീഴിൽ ആക്കാൻ പറ്റുമോ എന്ന്? വാട്ട് യു ഫീൽ? പറ്റുമോ? പറ്റും എടാ. കാരണം എന്താ? നോൺ ഗവൺമെന്റൽ ഓർഗനൈസേഷൻ എന്താ? പ്രോഫിറ്റ് അല്ല മേക്കിംഗ്. ചാരിറ്റിന്റെ എന്തല്ല? നോട്ട് ഫോർ പ്രോഫിറ്റിനാണ് വർക്ക് ചെയ്യുന്നത് അല്ലെ. പിന്നെ മക്കളെ നോക്കുകയാണെങ്കിൽ
ഇവര് ഡയറക്ട്ലി ലിങ്ക് ആവുന്നുണ്ടോ ഗവൺമെന്റായിട്ട്? ഗവൺമെന്റ് ചാരിറ്റിയിൽ പൊതുവെ കുറവാണ് അല്ലെ. അപ്പോൾ നോൺ ഗവൺമെന്റൽ ഓർഗനൈസേഷന്റെ അണ്ടറിൽ ആരെ നമുക്ക് ഇൻവോൾവ് ചെയ്യിക്കാൻ പറ്റും? ചാരിറ്റീസിനെ ഇൻവോൾവ് ചെയ്യിക്കാനായി പറ്റും. അപ്പൊ ട്രൂ ആണ് ഈ ഒരു സ്റ്റേറ്റ്മെന്റ്. ഓക്കെ മക്കളെ, ഇന്നെടുത്ത ക്ലാസ് എല്ലാവർക്കും സെറ്റ് അല്ലേ? ഓക്കെ അല്ലേ? അപ്പൊ നമ്മൾ BTന്റെ ക്ലാസ് ഇങ്ങനെ ആയിരിക്കും ഉണ്ടായിരിക്കുക. അപ്പൊ നമ്മൾ ഇന്ന് എന്ത് ചെയ്തു? BTയിലെ ഒന്നാമത്തെ ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്തു. അതിന്റെ ക്വസ്റ്റ്യൻ പ്രാക്ടീസ് എക്സാമിന്റെ മോഡൽ ഞാൻ നിങ്ങൾക്ക് ചെയ്തു തന്നു. അപ്പോൾ ഐ ഹോപ്പ് നിങ്ങൾക്ക് എല്ലാവർക്കും ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. സോ ടേക്ക് കെയർ.